ഹായ്. നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ നമ്മളുടെ അടുത്തുള്ള ആളുകളോട് തുറന്നു പറയാറുണ്ടല്ലേ. മനസ്സിലുള്ള സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞ് കിട്ടുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊരു കണക്കിന് ശരിയുമാണ്. പക്ഷേ നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ മറ്റൊരാളോട് തുറന്നു പറയുമ്പോൾ അത് എത്രത്തോളം അപകടമുള്ള ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ ആരും അറിയരുത് എന്ന് വിചാരിച്ച് നമ്മുടേതായിട്ടുള്ള സ്വകാര്യ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സെന്ന് തോന്നുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്ന് തോന്നുന്നവരോട് നമ്മൾ തുറന്നു പറയുമ്പോൾ ഈ വ്യക്തി നാളെ നമ്മളുടെ ഓപ്പോസിറ്റായി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളോടും പറയുന്നത്. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതൊരു ഈശാനുഗ്രഹമോ ഒരു ഭാഗ്യമൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുക. വിശ്വസിക്കാൻ പറ്റുന്ന 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണെ നമുക്ക് ഒരു ഫ്രണ്ടായിട്ട് കിട്ടുക അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ഈശ്വര അനുഗ്രഹം തന്നെയാണെന്ന് തോന്നുന്നു. പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കാറുമുണ്ട്. എന്തിനാണിത് ഇത്രയും കാര്യങ്ങൾ ഞാൻ അവരോടൊരു ആവശ്യമില്ലാതെ പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്കത്ര വല്ല പരിചിതമില്ലാത്ത ആളുകളോട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഫ്രണ്ടാവാം എന്ന് പറഞ്ഞ് കയറി വന്ന ഒരാളോടായിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒരു വട്ടമല്ല 2 വട്ടമല്ല 3 വട്ടമോ അതിൽ കൂടുതലോ ചിന്തിച്ച് മാത്രം സംസാരിക്കുക, പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക.